ഇത്തവണ കണ്ണൂർ പോയപ്പം ഇവിടെ എന്തായാലും പോകണമെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ മാട്ടൂലിലുള്ള പെറ്റ് സ്റ്റേഷനിലാണ്. ഞാൻ ഇതുവരെ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടില്ല, ബാക്കി എല്ലാവരും പോയതാണ്. ഞാൻ ചേട്ടനും ഭാവിയും പോയിട്ടില്ല, ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം എൻട്രൻസിൽ തന്നെ നമുക്ക് 2 കുതിരകളെ കാണാം. ഒരു വൈറ്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും. അപ്പോൾ ഈ വൈറ്റ് ആൾ ഇത്തിരി പെശകായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മറ്റേ ആൾ എനിക്ക് തോന്നുന്നു ഇവിടെ ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട് റൈഡിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവൾ ആദ്യമായിട്ടാണ് കുതിരേനൊക്കെ കാണുന്നത് കേട്ടോ. ടി വിയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് ഒരു ആനയുടെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഉള്ളിലെത്തിയപ്പം ആദ്യം തന്നെ വെറൈറ്റി താറാവുകളാണ് കേട്ടോ കാണിക്കുന്നത്. കോഴിയും താറാവൊക്കെ ഉണ്ട്. അതിന് കഴിഞ്ഞതിന് ശേഷം കുറേ മീനുകളുണ്ട്, വലിയ വലിയ മീനുകളായിരുന്നേ. അവളാണെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി. കാണുന്നതും ഇഷ്ടമാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയും ഞാൻ പോയപ്പോഴൊക്കെ പെറ്റ് സ്റ്റേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും പോകണമെന്ന് വിചാരിച്ചതാണ്. കുറേ കിളികളുണ്ട്, വെറൈറ്റി കിളികളും പിന്നെ മീനുകളും പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു അവർക്കും, അതായത് പെറ്റ്സിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് അവർ അത് ഒരുക്കി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സാധാരണ രീതിയിൽ നല്ല തിരക്കുണ്ടാവുന്നതെന്നാണ് പറയാറ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ചെയ്തിരുന്നു, ഒത്തിരി ആൾക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവരവരുടെ ആ ഒരു ഏരിയയിൽ ഭയങ്കര കംഫർട്ടബിളാണ്. അത് കഴിഞ്ഞ ശേഷം ഒത്തിരി കിളികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മൃഗങ്ങളെയാണ് കേട്ടോ കാണാൻ വേണ്ടി പോയത്. ആദ്യം തന്നെ കുറച്ച് കുട്ടി കുട്ടി മൃഗങ്ങളായിരുന്നു കേട്ടോ. ആദ്യം ഒരു കഴുത ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെമ്മരിയാട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും കാണാത്തത്. പിന്നെ ഒരു കുട്ടി പശു ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈഫ് സ്പാൻ, പേര്, നിക്ക് നെയിം, പിന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു കുട്ടി കുതിരയാണ്. അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഒട്ടകപക്ഷീനെയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല. ഒട്ടകപക്ഷിയാണെങ്കിൽ നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തിനെ സ്വയം ക്ലീൻ ചെയ്യുന്ന തിരക്കായിരുന്നു. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഒട്ടകപക്ഷീനെ കണ്ട സ്ഥിതിക്ക് പിന്നെ നമ്മൾ ഒട്ടകം കാണണമല്ലോ. അപ്പം പിന്നെ ഉണ്ടായത് ഒട്ടകമാണ്. ഇവരാരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞൊരു കുതിരേനെയും കൂടി കണ്ടു. പിന്നെ ഉണ്ടായത് യമുവാണ്. യമുവിനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ പോകുന്ന പള്ളിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ആടുകളുണ്ടായിരുന്നേ. ആ ആടുകളുടെയൊക്കെ കൊമ്പും ഷേപ്പും ഫേസും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മളൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ലല്ലോ. സാധാരണ നമ്മുടെ ആടുകളൊക്കെ പിന്നെ ജമുന ബിഹാരി സിനിമ ഇറങ്ങിയ പിന്നെ അങ്ങനെ ഒരു വെറൈറ്റി ആണത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.